5 മണിയായപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥിരം കാണുന്ന മക്കൾസ് ഓടി വന്നിട്ടുണ്ട്. ഒന്ന് വീഡിയോ എടുക്കുക താത്താന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ആ സമയത്ത് പോലെ വീഡിയോ എടുക്കാമെന്ന് കരുതിയപ്പോഴേക്കും ബസ് ഇതാ ഇവിടെ നമ്മളെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നാളെ ഒഴിവ് പോലെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോലെ സമാധാനമാക്കി ബസ് കയറി ഞാൻ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പുറത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്താറുള്ളത് കേട്ടോ. അങ്ങനെ അതാക്കണം വന്ന പാടെ തന്നെ വേഗം ഒരു ആണിമേലാണ് കൊളുത്തിയിടുക. അത് കൊളുത്തിയിട്ടിട്ട് നാത്തൂന് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ കട്ടൻ ചായയും പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതും തന്നു. അത് കുടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന ഒരാളായിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചായ, എപ്പോഴെങ്കിലും പറഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുള്ളൂ കേട്ടോ. ആദ്യം ചായ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മില്ലിൽ പോയതിന് ശേഷം പിന്നെ ചായ കുടിച്ച് അങ്ങനെ ശീലമായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ബിരിയാണി തിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചോറ് തിന്നാൻ നേരത്ത് ഞാൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് തിന്നിട്ടോ. ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് വെച്ചിരുന്നത്. അത് എടുത്ത് തിന്നു. പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ പിന്നെ സമാധാനത്തിൽ മുണ്ടാതിരിക്കാൻ കരുതിയിട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും ചോറ് കണ്ട കേട്ടോ. എനിക്കെന്തായാലും ചോറ് വേണം. പിന്നെ താത്തയാണെങ്കിൽ പണിക്ക് പോയിട്ടില്ല കേട്ടോ. താത്താൻ്റെ മോള് 2 ദിവസം മുമ്പ് തന്നെ വിരുന്ന് വന്നിരുന്നു. അപ്പോൾ ഓളിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ സാമ്പാറും വെറും ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഓള് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കൊക്കെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ വെറും ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പാടെ കഴിച്ചത്. ഇരുട്ടായി കഴിഞ്ഞാൽ അടുക്കളയിൽ വലിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ലൈറ്റ് ഇട്ടാലും അധികം ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.